നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് നന്മ ചെയ്യുന്നവരെ, നമ്മളെ സഹായിക്കുന്നവരെ അവർക്ക് തിരിച്ചും നന്മ ചെയ്യുക അല്ലെങ്കിൽ അവരെ സഹായിക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമല്ല. പക്ഷേ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളതും എന്നാൽ ദൈവം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു പ്രവൃത്തിയുണ്ട്. അതെന്താണെന്നറിയാമോ? നമ്മളെ ദ്രോഹിക്കുന്നവർക്ക് നന്മ ചെയ്യുന്നത്. നമ്മളെ മുറിപ്പെടുത്തിയവരെ, നമ്മളെ വേദനിപ്പിച്ചവരെ, നമ്മളെ വഞ്ചിച്ചവരെ അവരോട് ക്ഷമിക്കുന്നത് എന്ന് പറയുന്നുണ്ടല്ലോ, അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ അത് ദൈവം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള വ്യക്തികളെയാണ് കർത്താവ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അവരെയാണ് കർത്താവ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. കാരണം ദ്രോഹിക്കുന്നവർക്ക് നന്മ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ വഞ്ചിച്ചവരെ, നമ്മളെ മുറിപ്പെടുത്തിയവരെ അവരോട് ക്ഷമിക്കുന്നത് എന്ന് പറയുന്നത് കുരിശിൽ കിടന്നുകൊണ്ട്, സഹനത്തിന്റെ തീച്ചൂളയിൽ കടന്നുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി പോലെയാണ്. ഈശോയുടെ അവസാന നാളുകളിൽ ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ക്ഷമിക്കുന്നുണ്ട്, അല്ലെ? എന്നാൽ ഈശോയുടെ യഥാർത്ഥമായിട്ടുള്ള കുരിശ് എന്ന് പറയുന്നത് ആ കൂട്ടിക്കടുപ്പിച്ച, ചേർത്ത് വെച്ച 2 മരക്കഷ്ണങ്ങളായിരുന്നോ? അല്ല. ഈശോയുടെ യഥാർത്ഥമായിട്ടുള്ള കുരിശ് അല്ലെങ്കിൽ ഈശോയുടെ യഥാർത്ഥമായിട്ടുള്ള സഹനം എന്ന് പറയുന്നത് ഈശോയുടെ ശത്രുക്കളായിരുന്നു. ആ ശത്രുക്കളോട് ക്ഷമിക്കുക എന്ന് പറയുന്നതായിരുന്നു ഈശോയുടെ ഏറ്റവും വലിയ കുരിശ് അല്ലെങ്കിൽ ഈശോയുടെ ഏറ്റവും വലിയ സഹനം എന്ന് പറയുന്നത്. തന്നെ ദ്രോഹിക്കുന്ന ശത്രുക്കളോട് സഹനത്തിലൂടെ ക്ഷമിക്കുക എന്ന് പറയുന്നതായിരുന്നു ഈശോയുടെ കുരിശ്. ലോകത്തിന്റെ പാപങ്ങൾ അത് തൻ്റെ ശരീരത്തിൽ വഹിക്കുന്നതായിരുന്നു ഈശോയുടെ ഏറ്റവും വലിയ കുരിശ്. ലോകത്തിന്റെ പാപങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ദൈവത്തിനെതിരെ ചെയ്ത ദ്രോഹങ്ങളാണ്, പാപങ്ങളാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ പാപങ്ങളും ശത്രുക്കളുടെ ദ്രോഹങ്ങളും കൂടി ചേർന്നതായിരുന്നു ഈശോയുടെ സഹനം അല്ലെങ്കിൽ ഈശോയുടെ കുരിശ്. അപ്പൊ നമ്മുടെ കുരിശ് എന്ന് പറയുന്നത് എന്താ? ഒരു കുരിശുമരം ഉണ്ടാക്കിയിട്ട് തോളയിൽ വെക്കുക എന്നുള്ളതാണോ നമ്മുടെ കുരിശുമരം? അല്ല. നമ്മുടെ കുരിശുമരം എന്ന് പറയുന്നത് നമ്മളെ ദ്രോഹിച്ചവർ, നമ്മളെ വഞ്ചിച്ചവർ, നമ്മളോട് കരുണ കാണിക്കാതിരുന്നവർ, നമ്മളെ പറ്റിച്ചവർ, ഇതൊക്കെയാണ് നമ്മുടെ കുരിശ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കുരിശ് എടുത്തിട്ട് വേണം ഈശോ അനുഗമിക്കാനായിട്ട്. അങ്ങനെ അനുഗമിക്കാനായിട്ടാണ് ഈശോ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 24-ാമത്തെ ലിഖിതത്തിൽ വചനം പറയുന്നുണ്ട്, യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശും എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഇങ്ങനെയാണ് ഈശോ പറഞ്ഞത്. അപ്പൊ ഇവിടെ കുരിശെന്ന് പറയുന്ന കാര്യം എന്താണെന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ കുരിശെന്ന് പറയുന്നത് നമ്മളെ മുറിപ്പെടുത്തിയവരെ, നമ്മളെ പറ്റിച്ചവരെ, നമ്മളെ വഞ്ചിച്ചവരെ, അങ്ങനെ നമുക്ക് ദ്രോഹം ചെയ്തവരുടെയൊക്കെ സഹനങ്ങൾ ഏറ്റെടുക്കുക എന്ന് പറയുന്നതാണ് കുരിശെന്ന് പറയുന്നത്. ഇതൊക്കെ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ അവരോട് ക്ഷമിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അവിടെ ദൈവം നമ്മളെ മാനിക്കും, അവിടെ ദൈവം നമുക്ക് വലിയ വില തരും. ഈ ഒരു പ്രവൃത്തിയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ആത്മീയ ജീവിതത്തിൽ നമ്മളെയോ, നമ്മുടെ കുടുംബങ്ങളെയോ, നമ്മുടെ പ്രിയപ്പെട്ടവരെയോ ആരെങ്കിലും മുറിപ്പെടുത്തുകയോ വഞ്ചിക്കുകയോ അല്ലെങ്കിൽ ദ്രോഹിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കാനുള്ള ഒരു കൃപ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ആ ഒരു സഹനം ഏറ്റെടുത്തുകൊണ്ട് ഈശോയെ അനുഗമിക്കാനുള്ള വലിയൊരു കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക. ആശീർവാദം സ്വീകരിക്കുക.